ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. എന്തായാലും നാളത്തെ ഓപ്പണിങ്ങിൻ്റെ എന്ന് പറയുന്നത് ഇന്ന് രാത്രി ഗിഫ്റ്റ് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അത് നാളെ രാവിലെ ഞാൻ ഷോർട്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗ്രൂപ്പിൽ. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്രയും വലിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നിട്ട് കൂടി ഏകദേശം 255 പോയിൻറ്റോളം മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ്. നിഫ്റ്റി 285 പോയിൻ്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വളരെ ശക്തി പ്രാപിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്നും അതിൻ്റെ ഒരു തുടർച്ച എന്നോളം ഏകദേശം പോസിറ്റീവായിട്ടാണ് രൂപ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ട്രേഡ് ചെയ്യുന്നത്. രൂപ ശക്തി പ്രാപിക്കുന്നുണ്ട്. അത് പിന്നെ രണ്ടാമത് ബാങ്കിങ് സെക്ടറിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വായ്പകൾ കൊടുക്കുന്നതിൽ വളരെ ശക്തമായ വളർച്ച പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം കൈവരിച്ചതിൻ്റെ ഫലമായിട്ട് ബാങ്കിങ് സെക്ടറും ഇന്ന് വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റും വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മിക്കവാറും വെടിനിർത്തൽ താൽക്കാലികമായിട്ട് നിർത്താനുള്ള സാധ്യതകൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും മാർക്കറ്റിനെ ഒരു പോസിറ്റീവിലോട്ട് പോകുന്നതിൽ ഏറെക്കുറെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്രൂഡ് ഓയിൽ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം $113 മുകളിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം, പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം വരാൻ സാധ്യത ഉണ്ട് എന്നതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയും ഏകദേശം $110 താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രേഡിംഗ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബുധനും വ്യാഴനും പിന്നെ നമുക്ക് ഇന്ന് തിങ്കളും വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് ഒരു ക്ലോസിംഗ് തന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ബുധനാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ക്യാൻഡിലാണ് വരുന്നത്. പക്ഷേ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് പിന്നെ താഴോട്ട് വന്നതാണ്. ബാക്കി 2 ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ലെവലിലോട്ട് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. 23,000 അടുപ്പിച്ചാണ് മാർക്കറ്റ് ഇപ്പം ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,968, 23,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം 23,825 വരയ്ക്കും, ഈ ഒരു ഏരിയ വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് കയറി വരും. 23 നാളെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് ലോവർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. മിക്കവാറും അതൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത കൂടെ ആയിരിക്കും. ഇപ്പോൾ ഉള്ള ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് 2,000 to 3,000 പോയിൻ്റ് വരയ്ക്കും മാർക്കറ്റ് ഇമ്മീഡിയറ്റ് റിക്കവർ നടത്താൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും മാർക്കറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂസ് ബേസ്ഡ് ആണ്. കൃത്യമായിട്ട് ന്യൂസ് നമ്മൾ വാച്ച് ചെയ്യണം, അതിനനുസരിച്ച് മാർക്കറ്റ് പോകത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ വരുന്ന പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളുടെ അടിസ്ഥാനത്തിലും പിന്നെ നമുക്ക് ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് ചേഞ്ച് വരുന്നതിൻ്റെ സാധ്യത ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഹൈ വന്നതിന് ശേഷം ലോവർ ലോ വന്നു, ലോവർ ഹൈ വന്നു, വീണ്ടും ലോവർ ലോ വന്നു, വീണ്ടും ലോവർ ഹൈ വന്നു, വീണ്ടും ലോവർ ലോ വന്നു, ലോവർ ഹൈ വന്നു, ലോവർ ലോ വന്നു, ലോവർ ഹൈ വന്നു, പിന്നെ ഇവിടെ ഒരു ലോവർ ലോ വന്നു. ഈ ലോവർ ലോ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 2-ാം തീയതിയാണ്, ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ച വന്ന ലോയാണ്. ഇവിടെ നമുക്ക് അവസാനം വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് അടുത്ത് മാർക്കറ്റ് ഇവിടെ നിന്നൊരു ട്രെൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഏകദേശം പ്രീവിയസ് ഹൈയിൽ മാർക്കറ്റ് വന്നു നിൽപ്പുണ്ട് 23,000. നമുക്ക് നേരത്തെ അവസാനമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോവർ ഹൈ എന്ന് പറയുന്നത് 23,000 ഇന്ന് മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. 23,000-നടുത്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. പ്രീവിയസ്
ഹൈയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഹയർ ഹൈ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹയർ ഹൈ ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുകളിലോട്ടൊരു ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടുത്തൊരു ഹയർ ലോയ്ക്ക് മാർക്കറ്റ് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് 23,000 സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പൂർണ്ണമായിട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ ഏരിയ എന്ന് പറയുന്നത് നിലവിലുള്ള 23,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഹൈ എന്ന് പറയുന്നത് 23,444 അതായത് 23,500 പ്രീവിയസ് ഹൈ വരുന്നത്. ആ ഹൈ ആയിരിക്കും അടുത്ത ടാർഗറ്റ് വരിക. ഏകദേശം ഈ ഒരു ഏരിയ ആണ് 23,500. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഹൈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടി മാർക്കറ്റ് മുകളിലോട്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയും ഹയർ ഹൈ ഫോം ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹയർ ലോയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. മാർക്കറ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അടുത്ത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് ഒരു റാലി നടത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് വേൾഡ് ന്യൂസ് ഇറാൻ US യുദ്ധത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം കൂടെയുണ്ട്. അതുകൂടെ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സലിൽ കത്തിക്കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കടുത്ത് വരുന്ന മെയിനായിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 23,825 23,825 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഒഴികെയുള്ള ബാക്കി എല്ലാ സെക്ടറും വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രമാണ് 1.37% നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബാങ്കിങ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് 2.06% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഡിഫൻസ് 1.57% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി കൺസ്യൂമറും നിഫ്റ്റി ടൂറിസവും നിഫ്റ്റി റിയാലിറ്റിയും ഒക്കെ എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനോടൊപ്പം നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ആട്ടോ, നിഫ്റ്റി IT എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പിന്തുണ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് മാർക്കറ്റിൽ ഇന്ന് വലിയൊരു റാലി 250 പോയിൻ്റ് അടുപ്പിച്ച് മാർക്കറ്റ് ഒരു ക്ലോസിങ്ങിലോട്ട് വന്നത്. ഓപ്പൺ ചെയ്ത് ഏകദേശം 100-150 പോയിൻ്റ് ഇടിഞ്ഞുവെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് വളരെ ശക്തമായിട്ട് തന്നെ സപ്പോർട്ട് എടുത്ത് CPR നിന്ന് നമ്മളിന്ന് രാവിലെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചാർട്ട് അനുസരിച്ച് CPR നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിട്ടുണ്ട്. നിഫ്റ്റി മീഡിയയാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഏകദേശം 22,500 സ്ട്രോങ് പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോൾ റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 സ്ട്രോങ് കോൾ റേറ്റിംഗ് ആണ്. 23,000 നാളെ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു അൺവൈൻഡിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. മറ്റ് ന്യൂസുകളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്യും നാളെ. അഥവാ ഇനി യുദ്ധത്തിൽ വലിയ തീരുമാനങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ബെയറിഷ് ആകാൻ സാധ്യതയുള്ളൂ. എങ്കിലും നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ 22,300 മാർക്കറ്റിന് വലിയ സപ്പോർട്ട് നൽകും മാർക്കറ്റിൽ. എങ്കിലും നാളെ 22,500 ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് CPR ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 22,500 വരേക്കും മാർക്കറ്റ് ഒരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. CPR ബ്രേക്ക് ചെയ്താൽ മാത്രം. നമുക്ക് നാളത്തെ ലെവൽസിലോട്ട് പോകാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു 2 ലെവൽസ് ആയിരുന്നു ഇത് രണ്ടും. മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മുടെ CPRനുള്ളിലുള്ള താഴത്തെ ലെവലിൽ നിന്ന് തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലത്തെ ലെവൽ വരെ പോയി. ഇവിടെ നിന്നൊരു റിജക്ഷൻ പ്രതീക്ഷിച്ചതാണ് അവസാനം. പക്ഷേ ഇവിടെ നിന്നൊരു സ്ട്രോങ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്കൗട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ക്ലോസിങ് വന്നിട്ടുണ്ട്. നാളത്തെ CPR വരുന്നത് 22,769 തൊട്ട് 22,902 വരേക്കാണ്. ഏകദേശം 100-130 പോയിൻറ്റിൻ്റെ CPR ആണ്. എങ്കിലും നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആണ്. എൻ്റെ വ്യൂ നമ്മൾ രാവിലെ അപ്ഡേറ്റ് ചെയ്യാം. ഡേറ്റ വരാത്തതുകൊണ്ട് തന്നെ വ്യൂ അറിയില്ല നാളത്തെ വ്യൂ എന്താണെന്ന്. ഡേറ്റ അനുസരിച്ചുള്ള ഇന്നത്തെ
നിഫ്റ്റിയുടെ ഡേറ്റ അനുസരിച്ചുള്ള ട്രെൻഡ് എന്താണെന്ന് മാർക്കറ്റ് നാളെ രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ലെവൽസ് വരച്ചിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,109 23,129 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നെടുത്ത് ഞാൻ നേരത്തെ ട്രെൻഡ് റിവേഴ്സലിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ 23,000 മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ലോ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചിലപ്പോൾ 22,831 22,854 മാർക്കറ്റ് ഇറങ്ങി വരും. ഈ ഒരു ഇറക്കം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് അല്ല, പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ള ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് മാത്രമാണ്. ഇത് ബ്രേക്ക് ആയാൽ മാത്രം. പക്ഷേ CPRനുള്ളിലാണ് ഈ ലെവൽ വരുന്നത്. CPR സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കും. വൈഡ് CPR ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ആയാൽ മാത്രം CPR ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPR ബ്രേക്ക് ആയാൽ മാത്രം 22,663 22,677 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോകും. 150 അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യം താഴെയാണ് വരുന്നതെങ്കിൽ CPRൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകും. ഫസ്റ്റ് റെസിസ്റ്റൻസ് 23,109 23,129. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 23,275 23,291. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവല് കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്ന് കയറിയിട്ടുള്ളത്. CPR മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 5 മിനിറ്റ് നേരെ CPRലോട്ട് വന്നിട്ട് CPRന്ന് നമുക്ക് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറിയത്. നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വൈഡ് CPR ആണ് വരുന്നത്. 51,908 തൊട്ട് 52,380 വരയ്ക്കാണ്. ഏകദേശം 480 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുക 52,134 52,220 ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. CPRനുള്ളിലാണ് ഈ സപ്പോർട്ട് വരുന്നത്. CPR സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിയാൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 53,099 53,172 ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 53,689 53,755 രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. CPR ബ്രേക്ക് ആയാൽ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് 51,543 51,623 രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിലും വൈഡ് CPR ആണ് നാളെ. CPRൽ നമ്മൾ ഇന്ന് രാവിലെ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് തന്നെയാണ് നിഫ്റ്റിയിലുള്ളതുപോലെ തന്നെ CPRനുള്ളിലുള്ള ഫസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മുകളിലുള്ള റെസിസ്റ്റൻസ് വരെയും മാർക്കറ്റ് റാലി നടത്തിയിട്ടുണ്ട്. CPR വരുന്നത് നാളത്തെ CPR വരുന്നത് 73,471 തൊട്ട് 73,893 വരേക്കാണ് CPR വരുന്നത്. ഇതിലും നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്ത് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഒരു ഗ്യാപ് ഡൗണോ വരികയാണെന്നുണ്ടെങ്കിൽ CPRനകത്തുള്ള 73,662 73,746 സെൻസെക്സിനും സപ്പോർട്ട് കൊടുക്കും. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 74,542 74,640 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 75,124 തൊട്ട് 75,023. CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 73,222 തൊട്ട് 73,133 വരെ ലാസ്റ്റ് സപ്പോർട്ട് സെൻസെക്സിൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നാളെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്